ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് ചെയ്താലോ? എന്നാ ബാ, നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന് എനിക്ക് കിട്ടിയ ഒരു സംഭവമാണിത്. 2025 മുതലേ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സംഭവമാണിത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ജേണൽ സെറ്റ് അൺബോക്സ് ചെയ്താലോ? എന്നാ കമോൺ. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ജേണൽ സെറ്റാണ് ഇന്നത്തെ നമ്മുടെ വില്ലെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. മീഷോയിൽ നിന്നായിരുന്നു ഞാൻ ഈ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പാക്കിങ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മീഷോന്ന് എഴുതിയിട്ടുള്ള ആ റാപ്പൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ത്രൂ ഔട്ട് ഈ ഒരു പൊട്ടിക്കൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആ ഒരു ജേണലൊക്കെ ഞാനിങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് പൊട്ടിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ജേണൽ സെറ്റ് പൊട്ടിച്ചെടുക്കാം ഗൈസ്. അപ്പം ഞാൻ ആ ലാസ്റ്റത്തെ ഒരെണ്ണവും കൂടെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു ജേണൽ സെറ്റ് ഞാൻ ഓർഡർ ചെയ്യാനുള്ള വളരെ വലിയൊരു കാരണം ഇതിനകത്തെ ജേണൽ ബുക്കാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് കേട്ടോ. പിന്നെ ജേണൽ സെറ്റ് എൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ നാൾ കൊണ്ട് കിടക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവസാനം ഞാനിത് പൊട്ടിച്ചു ഗൈസ്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ജേണൽ ബുക്ക് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട സംഭവം. മൂൺലൈറ്റ് ദ മിൽക്കി വേ എന്നൊക്കെ എഴുതിയ ഒരു നോട്ട്ബുക്ക്, അതായത് ജേണൽ ബുക്കായിരുന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ജേണൽ ബുക്ക്. പിന്നെ അതിനകത്തുണ്ടായിരുന്ന മെമ്മോ പാഡ്സ് ആയിരുന്നു. മെമ്മോ പാഡ്സ്, പിന്നെ 2 എൻവലപ്പ് ഉണ്ടായിരുന്നു. ലെറ്റർ ഫോർ യു എന്ന് എഴുതിയ ഒരെണ്ണവും പിന്നെ നൈസ് ലൈഫ് എന്ന് എഴുതിയ വേറൊരു എൻവലപ്പും. ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഞാൻ ആ 2 എൻവലപ്പും എടുത്ത് മാറ്റിയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സാധനം താഴെ ഇരിക്കുന്നു. ഒരു ചൈനീസോ ഏതോ ലാംഗ്വേജാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് റൈറ്റിങ്ങും ഉണ്ടായിരുന്നു. കോഡ്സാണ് കേട്ടോ കുറച്ച്. പിന്നെ ഉണ്ടായിരുന്നു നല്ല നേച്ചറിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ആയിരുന്നു. സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് ഇത്രയും വലിയ എക്സ്പ്രഷൻ വരുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെയാണ്. പിന്നെ 2 വാഷി ടേപ്സ് ഉണ്ടായിരുന്നു. ഒരു കോഡ്സ് എഴുതിയതും പിന്നെ ഒരു ബ്ലൂ വാഷി ടേപ്പും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ ഒരു വീഡിയോയിൽ കാണിച്ചാൽ തീരുന്നതല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം ഫുള്ളും. അപ്പോൾ പിന്നെ 2 വാഷി ടേപ്സ് അല്ലാതെ സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാമ്പ്സ്. നിങ്ങൾ തന്നെ നോക്കിയത് ബ്യൂട്ടിഫുൾ അല്ലേ ആണോ എന്നുള്ളതാണ്. എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റാമ്പ്സ് കഴിഞ്ഞാൽ അടുത്തതായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇതൊക്കെ ഞാൻ കാണിച്ചതല്ലേ നമ്മുടെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ തീം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് നമ്മുടെ തീം എന്നുള്ളത്. ഞാനൊരു പർപ്പിൾ തീമിലുണ്ടായ ജേണൽ സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേച്ചർ ബന്ധപ്പെട്ട കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂബെറി നൈറ്റ്സ് എന്നൊക്കെ എഴുതി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പിക്ചേഴ്സൊക്കെ. പിന്നെ ബിഫോർ സൺറൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2 അല്ലാത്ത പേപ്പേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. സിസേഴ്സ് അല്ല യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെക്ക് ലിസ്റ്റ്, വീണ്ടും കുറച്ച് മെമ്മോ പാഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കട്ട് പിക്ചേഴ്സ് തന്നെയാണ് ഇതും. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം നല്ലൊരു തീമിലാണ് വന്നിരിക്കുന്നത്. തീമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഇതൊക്കെ ഞാൻ എന്ന് ഉപയോഗിച്ച് തീർക്കും എന്നാണ് ഗൈസ്. എന്ന് ഉപയോഗിച്ച് തീർക്കും. പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും ഇനി ഉമ്മയുടെ നിന്ന് കുറച്ച് അടിയും വഴക്കും ഒക്കെ കിട്ടിക്കോളും. എല്ലായിടവും അലങ്കോലം ആക്കി ഇടുന്നതിന് നമ്മൾ ജേർണലിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അലങ്കോലം ആവുമല്ലോ, അപ്പോൾ അടി കിട്ടുമല്ലോ. അപ്പം ഞാൻ നേരത്തെ പോലെ തന്നെ എല്ലാം അടുക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ജേർണലിങ്സ് ഒക്കെ ചെയ്യാമെന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.